അപ്പം നമുക്ക് കഴിച്ചാലോ? ഇതിലിപ്പോൾ ചോറ് കാണാനില്ല ദിവസ. ആദ്യം നമുക്ക് ബ്രോക്കലി സാലഡ് കഴിക്കാം. നല്ല സിമ്പിളായിട്ടുള്ള സാലഡ് കേട്ടോ. ബ്രോക്കലിയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കലിയൊക്കെ കൂടുതൽ ഉപയോഗിക്കും. പിന്നെ നമുക്ക് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മെഴുക്കുരുട്ടി, സ്വീറ്റ് പൊട്ടറ്റോ മെഴുക്കുരുട്ടി കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നല്ല മധുരമുള്ള മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ വരുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരനും. ഇനി പപ്പടവും മീൻകറിയും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. ഈ മധുരക്കിഴങ്ങ് മെഴുക്കുരുട്ടി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഞാനിപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ലഞ്ച് മെനു ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മധുരക്കിഴങ്ങ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതല്ലേ. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എന്താ പറയുക, മധുരക്കിഴങ്ങൊക്കെ ശരിക്കും കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങി എല്ലാവരും. അപ്പോൾ അതേ മധുരക്കിഴങ്ങ് കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒന്നും കൂടി നല്ലത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് ഒന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ 2 വലിയ മധുരക്കിഴങ്ങ് എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏത് കളറ് മധുരക്കിഴങ്ങ് ഏത് ടൈപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ നല്ല മധുരമുള്ള മധുരക്കിഴങ്ങായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ അതേ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അതായിരിക്കും ഒന്നും കൂടിയും നന്നായിട്ട് വരാം. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഞാൻ ഡയറ്റ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഡയറ്റീഷ്യൻ എനിക്ക് ഡയറ്റിൽ മധുരക്കിഴങ്ങ് അതായത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കണ്ടോ, ഈ ഒരു രീതിയിൽ. ഇനി നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കടായിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. മധുരക്കിഴങ്ങിനൊന്നും ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് മധുരക്കിഴങ്ങ് കിട്ടില്ലേ, നാടൻ ടൈപ്പ്, ഒരു എന്താ പറയുക, ഒരു പിങ്ക് കളറിലൊക്കെ, പിങ്ക് പർപ്പിൾ ആ ഒരു കളറിലുള്ള തൊലിയൊക്കെ ആയിട്ട് അത് വേണമെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ മധുരക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസൊക്കെ തയ്യാറാക്കി, അതായത് കട്ട് ചെയ്തൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പകുതി മതി നമുക്ക്. അപ്പോൾ ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് ഞാൻ മുറിച്ച് കളയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലീഫാക്കിയിട്ട് ഓരോ ലീഫാക്കി അടർത്തി എടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മുറിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. അതാകുമ്പോൾ ലീഫായിട്ട് അടർത്തിയിട്ട് ഓരോന്ന് നമുക്ക് കഴുകിയെടുക്കാമല്ലോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കുറച്ചൊരു വലിയ കഷ്ണങ്ങളായിട്ട് ആദ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി, അതായത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പറിലോ ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കൈ വെച്ചാണെങ്കിലും എന്താ പറയുക, നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്താൽ മതിയോ. അപ്പോൾ ഇതൊരു മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അതായത് ഫ്രഞ്ച് ബീൻസ്, ഏത് ബീൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല.
അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് മധുരക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ദേ കണ്ടോ, കറക്റ്റായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ ഒരു വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. മധുരക്കിഴങ്ങിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളൊരു വെള്ളമാണ്. അപ്പോൾ നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കറികളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ. കണ്ടോ, ഇതുപോലെ സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വരണുണ്ട്. അപ്പോഴായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് മാറുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 10ഓളം ചെറിയുള്ളി മുറിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ നിന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ബാക്കി ക്യാബേജിൻ്റെ പരിപാടികളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 ചെറിയുള്ളി മുറിച്ചത് ക്യാബേജ് മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല ചെറുതായിട്ട്, അതായത് കൊത്തിയരിയാന്നൊക്കെ പറയില്ലേ, നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ട് അതും കൂടെ ഈ ഒരു ക്യാബേജിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. പിന്നെ ഒരു ക്യാപ്സിക്കം എടുക്കണത്, ഇതിപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കം കേട്ടോ എടുക്കുന്നത്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം എടുക്കണത്. ക്യാപ്സിക്കം ആണെങ്കിലും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ട് അതിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർഡ് ക്യാപ്സിക്കം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ നല്ല കളർഫുള്ളായിട്ട് തന്നെ മാറും. ഇതും നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചെറിയുള്ളി കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ചതച്ച മുളകും പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഉള്ളി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് വെന്ത് കുഴയും. അപ്പോൾ വെള്ളം ഞാൻ വേറെ സൂപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് അങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു ഉള്ളിയും സ്വീറ്റ് പൊട്ടറ്റോയും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതുപോലെ പല ഹെൽത്തി റെസിപ്പീസിലും മധുരത്തിന് വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാറുമുണ്ട്. മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒഴിച്ച് കറികളും അങ്ങനെ പലതും ചെയ്യാറുണ്ട്. ഈ ഒരു മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി ശരിക്കും അടിപൊളി തന്നെയാണ് കേട്ടോ. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു ക്യാബേജിലേക്ക് ആ ഒരു സമയം കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ ഇരുന്ന് ആ മധുരക്കിഴങ്ങൊന്ന് റെഡി ആയിട്ട് വരട്ടെ. പിന്നെ 1 കപ്പ് നാളികേരം ചെരുകിയതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മധുരക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഞാൻ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല കളർഫുള്ളുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇനി പച്ചമുളകാണ് അതിന് വേണ്ടിയിട്ട് എടുക്കണത്. ഞാനൊരു 4 പച്ചമുളകാണ് എടുക്കണത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തന്നെ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി പച്ചമുളകും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കണത് കറിവേപ്പിലയാണ്. കറിവേപ്പില 2-3 തണ്ടൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാബേജും ബാക്കി വെജിറ്റബിൾസൊക്കെ വഴന്ന് വരുമ്പോൾ നന്നായിട്ട് എന്താ പറയുക അളവ് കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. കൈവച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നാടൻ റെസിപ്പികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയായിരിക്കും കേട്ടോ നന്നായിട്ട് വരിക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരണ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ പിന്നെ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ ഉഴുന്ന് ചേർക്കുന്നുണ്ട്.
അതുപോലെ കടലപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂണോളം അളവിൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉഴുന്നും കടലപ്പരിപ്പും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് റെഡി ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കണത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് സോഫ്റ്റായിട്ട് മാറേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ക്യാബേജിനൊന്നും ഒരുപാട് വേവൊന്നുമില്ലല്ലോ. ഇതിലിപ്പോൾ ഒരുപാട് വേവുള്ള വെജിറ്റബിൾസ് ഒന്നും തന്നെ ഇല്ല. ക്യാപ്സിക്കാണെങ്കിലും ക്യാരറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെന്ത് വരും. പിന്നെ ഇതൊരു ഒന്ന് ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും നന്നായിട്ട് വരിക. അപ്പോൾ അതിൽ കുറച്ചുള്ള ഒരു വെള്ളം തുറന്ന് വെച്ചിട്ട് ഞാനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള സവോള ഒന്ന് വലുതായിട്ട് മുറിച്ചതും ഒരു വലിയ തക്കാളിയും കൂടെ മുറിച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നോട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മീൻ കറിക്ക് വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ക്യാബേജിൽ ഉള്ള ഒരു എക്സസ് ആയിട്ടുള്ള ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മീനാണ് കട്ട് ചെയ്ത് എടുക്കണത് കേട്ടോ. ഇതിപ്പോൾ അയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് 1 കിലോ കേട്ടോ. അപ്പോൾ 1 കിലോ അയില ഇതിനിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് കഴുകി കട്ട് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം അളവിൽ നാളികേരം ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ഇല്ല, അത് നിങ്ങൾക്ക് ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. നാളികേരം സ്കിപ്പ് ചെയ്യുക, ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും സെയിം തന്നെയാണ്. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, അതായത് 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കണത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്കും ഞാൻ മീനൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഈ സെയിം മീൻ കറി തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. നാളികേരം ചേർത്തിട്ടും ചേർക്കാതെയും ഒക്കെ തയ്യാറാക്കാം. സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. നാളികേരം ചേർക്കാതെയുള്ള ഒരുപാട് മീൻ കറിയുടെ റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതുള്ളൂ കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാളികേരം ചേർക്കാതെയുള്ള മീൻ കറികൾ. അപ്പോൾ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബ്രോക്കലി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ബ്രോക്കലിയും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണല്ലോ. അപ്പോൾ ബ്രോക്കലിയുടെ ഒരുപാട് റെസിപ്പീസ് ഞാൻ അതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ബ്രോക്കലി സൂപ്പ്, സാലഡ്സ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. പിന്നെ ബ്രോക്കലി തോരൻ, അതായത് ഇപ്പോൾ ക്യാബേജൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലുള്ള ബ്രോക്കലി തോരൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബ്രോക്കലി മുട്ടത്തോരൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ബ്രോക്കലിയുടെ റെസിപ്പീസൊക്കെ വേണ്ടവർക്ക് നിമിഷാസ് കിച്ചണിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതിനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രോക്കലി ആകുമ്പോൾ ബ്രോക്കലി കോളിഫ്ലവറൊക്കെ ആകുമ്പോൾ ഇതിൽ പുഴുവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. നല്ല പച്ച പുഴുവിനൊക്കെ കാണാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്ലോറൈറ്റ്സ് ആയിട്ട് അടർത്തിയെടുക്കുകയാണ്. അതിനുശേഷം ഞാനിതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുറച്ച് സമയം ഒന്ന് വെക്കുന്നുണ്ട്. ബ്രോക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചയ്ക്ക് തന്നെ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാൻ സാധാരണ രീതിയിൽ അതായത് ചൂടുവെള്ളത്തിലൊന്നും ഇടാതെ പച്ചയ്ക്ക് കഴിക്കാറുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായ കാരണം ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാവുന്നതല്ലോ കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അതൊന്ന് മുങ്ങിക്കെടുക്കുന്ന ഒരു രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റാണ് ഈ ചൂടുവെള്ളത്തിലൊന്ന് ഇതുപോലെ വെക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതിലെന്തെങ്കിലും പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കണത് കേട്ടോ.
പിന്നെ ബ്രോക്കലിയൊക്കെ ഒരുപാട് വേവിച്ചെടുക്കരുത്, അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. ഓവർ കുക്ക് ചെയ്താലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും നഷ്ടപ്പെടും. അപ്പോൾ അതേ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മീൻ കറിയും ബ്രോക്കലി സാലഡും കൂടിയാണ് ഞാനിനിയിപ്പോൾ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിനി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. നമുക്കിപ്പോൾ കുറച്ച് ദിവസമൊക്കെ എടുത്ത് വയ്ക്കാവുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി കൂടിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടൊന്നും വരില്ല. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു മൺചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻകറിയൊക്കെ എപ്പോഴും തയ്യാറാക്കുമ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെയായിരിക്കും നന്നായിട്ട് വരിക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ പച്ചമുളകാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാനൊരു 8 എടുത്തിട്ടുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച്. ഇതിപ്പോൾ ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല, ഒരുപാട് എരിവുള്ളതാണെങ്കിൽ ഇത്രയ്ക്ക് ചേർക്കണ്ട. പിന്നെ മീൻ കറിയൊക്കെ ആകുമ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ, അത് കാരണം ഞാനിപ്പോൾ ഇത്ര ചേർക്കുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് തന്നെ ഒഴിച്ച് ഗ്രേവി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനിപ്പോൾ തിളയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ നമുക്കിതിലേക്ക് മീൻ കഷ്ണം ചേർത്ത് കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളിക്ക് പകരം നിങ്ങൾക്ക് കോൽപ്പുളി അല്ലെങ്കിൽ വാളംപുളി ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. സെയിം റെസിപ്പി തന്നെ ബാക്കിയെല്ലാം. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കറി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. എന്താ പറയുക, ഈ ഒരു അയിലയൊന്നും കുക്കാവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ റെഡി ആയിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിത് തലോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മീൻ കറി ആകുമ്പോൾ തലോടുകൂടി ആകുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വരുമല്ലോ. പക്ഷേ അതിൻ്റെ തലയുടെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. പലരും വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എങ്ങനെ ഇടണേന്ന്. അപ്പോൾ അതേ നമ്മുടെ ബ്രോക്കലി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മീൻ കറി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ്. നിങ്ങൾക്ക് ഒരുപാട് സാലഡ് റെസിപ്പീസിനും ഷസ് കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോക്കനട്ട് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് കേട്ടോ. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി അതുപോലെ ചതച്ച മുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഞാൻ ചില്ലി ഫ്ലേക്സും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. നാരങ്ങ നീര് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ഞാനൊരു നാരങ്ങയുടെ പകുതിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ആ ഒരു ബ്രോക്കലി മുഴുവനായിട്ട് തന്നെ എടുത്തിരുന്നു ഇതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബ്രോക്കലിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ എള്ളുണ്ടല്ലോ, എള്ളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീൻ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണത്. അതിനുശേഷം ഒന്ന് നമുക്ക് ചുറ്റിച്ച് വെക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ആൽമണ്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് ആ ഒരു ബ്രോക്കലി സാലഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ മീൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ചൂടോടുകൂടി ഞാൻ ചട്ടിയിൽ പിടിച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി കാച്ചിയിട്ട് ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ. അതും നല്ല ഫ്ലേവർ ശരിക്കും പറഞ്ഞാൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതേ മീൻ കറിയും റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചാലോ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക. നല്ല മട്ട റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ആവശ്യത്തിന് തന്നെ എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. മധുരക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ, അടിപൊളി ശരിക്കും. നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവം കൂടിയാണ്. അതുപോലെ ബ്രോക്കലി സാലഡ് ആണെന്നുണ്ടെങ്കിലും ബ്രോക്കലിയും കഴിക്കാൻ എന്താ പറയുക, നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടോ സംഭവങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ മീൻകറി, മീനിൻ്റെ കഷ്ണങ്ങളും അതുപോലെ കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് പപ്പടം വറുത്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി. ഇത് നമുക്ക് കഴിച്ചാലോ? അപ്പം നമുക്ക് കഴിച്ചാലോ? ഇതിലിപ്പോൾ ചോറ് കാണാനില്ല ദിവസത്ത. ആദ്യം നമുക്ക് ബ്രോക്കലി സാലഡ് കഴിക്കാം. നല്ല സിമ്പിളായിട്ടുള്ള സാലഡ് കേട്ടോ. ബ്രോക്കലിയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ബ്രോക്കലിയൊക്കെ കൂടുതൽ ഉപയോഗിക്കും. പിന്നെ നമുക്ക് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി, സ്വീറ്റ് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി കഴിച്ചോളാം. നല്ല ടേസ്റ്റിയാണ്. നല്ല മധുരമുള്ള മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ വരുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരനും. ഇനി പപ്പടവും മീൻകറിയും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. ഈ മധുരക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഞാനിപ്പോൾ കഴിക്കട്ടെ കേട്ടോ.